പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാൻ നവീകരണ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 35ഓളം വർഷങ്ങളായി. 35 വർഷത്തോളം പഴക്കമുള്ള ഒരു ഹാർമോണിയമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാള് മേടിച്ച് തന്ന ആള് ഇപ്പോൾ ഈ ലോകത്തിലില്ല. അതായത് എൻ്റെ അപ്പൻ കള്ളുകൂടിയൊക്കെ നിർത്തി. എൻ്റെ അപ്പന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ 35 വർഷമായ മദ്യപാനവും പുകവലി, അത്രയും പഴക്കം തന്നെ ഉണ്ടെന്ന് അപ്പം പറഞ്ഞിരുന്നത്. അപ്പോൾ എന്നോട്ട് തുടങ്ങിയെന്ന് പറയുമ്പോൾ എൻ്റെ ജന്മം തന്നെ അതിലായിരുന്നു എന്നും പറയും. അപ്പം അമ്മേനോട് ചോദിക്കുമ്പോൾ, അമ്മാമ്മേനോട് ചോദിക്കുമ്പോൾ അമ്മ പറയും, അവൻ പറഞ്ഞത് എന്താണ് അതാണ് ശരി എന്ന് പറയും. അപ്പോൾ അപ്പം മേടിച്ച് തന്ന കള്ളുകൂടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ സ്വകാര്യ നിക്ഷേപം കൊണ്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി. ആ സമയത്ത് വേറെ ഒരുപാട് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ട്. അമ്മയുടെ കണ്ണിൽ പൊടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ സമയത്തൊന്നും അമ്മ സമ്മതിക്കത്തില്ല. വേറെ ഒന്നുമല്ല, വേറെ ഒരുപാട് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ജീവിതത്തിലുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ചരടുവളികളും നടത്തി അപ്പൻ എറണാകുളത്ത് നിന്ന് ഒരു ഹാർമോണിയം വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഹാർമോണിയം എന്നല്ല, ഓർഗൻ വായിച്ച് ഈശോയെ പാട്ടുപാടി നിരവധി വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ധ്യാന ശുശ്രൂഷകളിലും എല്ലാം ഈശോയെ പാട്ടുപാടി ആരാധിക്കാനുള്ള വിവിധ അവസരങ്ങൾ അപ്പൻ അനുഗ്രഹിച്ച് തന്ന ഈ ശുശ്രൂഷ, ഈ ദൗത്യത്തിലൂടെ അപ്പൻ ഇങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം ഭയങ്കര കൊതിയും ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് കേൾക്കാനും ഇങ്ങനെയൊക്കെ പാട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞു തരും ഒരാശയമൊക്കെ. പക്ഷേ ഒന്നും സമയത്തൊക്കെ ഞങ്ങളെ വിട്ട് പഠിപ്പിക്കാനോ പോകാനോ ഒക്കെ കൊതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മദ്യത്തിൽ മുങ്ങി കുളിച്ച് ബിസിനസ്സൊക്കെ തകർന്ന ആ ചെറു പ്രായത്തിലൊന്നും എങ്ങും പോയി പഠിക്കാനോ കിട്ടാനോ ഒന്നും ഇല്ലെങ്കിലും അപ്പൻ്റെ അനുഗ്രഹവും ആ ആഗ്രഹവും ആ പ്രാർത്ഥനയും ആ സമർപ്പണവും ഇതാ അന്നും ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവകൃപയാൽ അത്യാവശ്യം ഈശോയുടെ സ്തുതിക്കായിട്ടുള്ള ഗാനങ്ങൾ ആരാധിച്ച് അവിടുത്തെ പാടുവാനായിട്ട് ദൈവകൃപയാൽ സാധിക്കുന്നു. അപ്പൻ്റെ സ്മരണയ്ക്ക് മുന്നിലും ദൈവത്തിൻ്റെ മഹത്വത്തിനും സകല മരിച്ച വിശ്വാസികൾക്കും ശുദ്ധീകരണാത്മാക്കൾക്കും പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ടും ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഞാൻ ഈ ഗാന ശുശ്രൂഷയും ഇന്നത്തെ ഈ പ്രോഗ്രാം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം ചേർന്ന് നമുക്ക് പാടുകയും പ്രാർത്ഥിക്കാൻ ചെയ്യാമല്ലോ. കാരണം പാട്ടിട്ട് ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഒരു മൂളിപ്പാട്ടെങ്കിലും ആരും കേൾക്കാതെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പാടാത്തവർ, പാട്ട് പഠിക്കാത്തവരും അറിയാത്തവരും വരെ ചെയ്യും. അപ്പോൾ സംഗീതം ദൈവീകമായ ഒരു കലയാണ്. ഇന്ന് ഞാൻ കോട്ടുവള്ളിയിലെ ഫിലിപ്പേട്ടൻ്റെ മകൻ ലിക്സൻ്റെ ആ വീട്ടിൽ ഒന്ന് വന്ന് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായപ്പോൾ കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കുറച്ച് സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ ആവേ മരിയ കന്യകമേരിയമ്മ എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ലിക്സൻ്റെ ജീവിത പങ്കാളിയുടെ തോളിൽ കിടന്ന് സംസാരിക്കാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ആ കൊച്ച് ആവേ മരിയ, ആവേ മരിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാട്ടിൻ്റെ ബാക്കി വരികൾ ആവേ മരിയ എന്ന് പറഞ്ഞ് കൊച്ചിന് അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ കൊച്ചിനെ ആ വരികൾ സ്പർശിച്ചു. ആവേ മരിയ, ആവേ മരിയ എന്ന് പറഞ്ഞ് കൊച്ചു പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പരിചാരകരോട് പറഞ്ഞു,
അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്ന ഇതാണ്: നിങ്ങളാരും പരിശുദ്ധ മറിയത്തെ ആരാധിക്കണ്ട, ഒരു വിശുദ്ധനെ ആരാധിക്കണ്ട. പക്ഷേ അവരെ നമ്മൾ ആദരിക്കുന്നു. നമ്മുടെ അപ്പനെ അമ്മയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദരിക്കുന്നു. ഷൈജു ബ്രദർ ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ എന്താ പറഞ്ഞത്? ഒരാദരവും ബഹുമാനവും. ആരെക്കുറിച്ചാണ്? എൻ്റെ അപ്പം മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. അപ്പോൾ 20 വർഷം കഴിഞ്ഞെങ്കിലും 35 വർഷം മുമ്പ് എനിക്ക് ജന്മം നൽകിയ, എനിക്ക് 50 വയസ്സായി, 50 വർഷം മുമ്പ് എനിക്ക് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത എൻ്റെ അപ്പൻ എനിക്ക് ഏകദേശം 35 വർഷത്തോളം പഴക്കമുള്ള ഈ സംഗീതോപകരണം, സംഗീതം പഠിക്കാൻ അവസരം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അതിനുള്ള സ്ഥിതിഗതികൾ ഉണ്ടായില്ല. എങ്കിലും ഇതാ അപ്പൻ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നു. അപ്പം അപ്പൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയാകാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു യമഹയുടെ കീബോർഡ് ഇപ്പം ഇവിടെ ഉണ്ട്. ഒരെണ്ണം പൂ ചോദിച്ചിട്ട് പൂന്തോട്ടം എന്ന് പറയുന്ന പോലെ നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത നാളുകളിൽ പാവപ്പെട്ട ഒരാൾക്ക് 2 ഉള്ളത് കൊണ്ട് ഒരെണ്ണം ഒരു ശുശ്രൂഷകൻ, ഗാന ശുശ്രൂഷകന് സൗജന്യമായിട്ട് കൊടുക്കാൻ ഈശോ പറഞ്ഞതനുസരിച്ച്, ഈശോ പറഞ്ഞാലേ ചെയ്യൂ, ഈശോ പ്രേരിപ്പിച്ചതനുസരിച്ച് സൗജന്യമായിട്ട് കോവിഡ് കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഓർഗൻ കീബോർഡ് വിൽക്കേണ്ടി വന്ന ആ ഒരു മനുഷ്യന് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഒരു അത്ഭുതം പറയട്ടെ, ആ മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ പറഞ്ഞു, ഇതാ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പോൾ ബ്രദർ തന്നതും മറ്റൊരു കീബോർഡും കൂടെ. അതാണ് നല്ല മനസ്സോടെ ഏത് കാര്യം ചെയ്യുമ്പോൾ അത് ചില ബ്ലോക്കുകൾ തന്നെ ദൈവം തട്ടിമാറ്റിക്കളെ. ഈശോ പറഞ്ഞത് നമ്മളങ്ങാട് അനുസരിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ തകരാറുകളുണ്ട്, പഴക്കമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഒന്നുമില്ലാത്തവന് ഇത് മെച്ചമല്ലേ. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, റിപ്പയറിങ്ങിന് കൊടുത്ത് അദ്ദേഹത്തിന് അത് കിട്ടിയപ്പോൾ ആ ആള് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നല്ല സെറ്റാണ്, അത് നല്ല കണ്ടീഷനാക്കി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും നിറയെ സമയം ശുശ്രൂഷ ഗാനത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ പേര് തന്നെയുള്ള ഒരു വ്യക്തിക്കാണ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള പേരുള്ള പല ശുശ്രൂഷകരുണ്ട് കേട്ടോ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കന്യകമേരി അമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരി അമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരി അമ്മേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അപ്പൊ പരിശുദ്ധ മറിയത്തെ നമ്മൾ ആദരിക്കുന്നു, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. യേശുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അല്ലേ? വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 1-ാമത്തെ വാക്യം: ഒരുവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് തിരിയുന്നതുവരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതാരാ? ഞാൻ നിങ്ങളുവാ. ഇന്ന് പലവിധത്തിലുള്ള ഭാരമുള്ള നുകങ്ങൾ വഹിക്കുന്നവരാണെങ്കിൽ അവരോട്, നമ്മോട് ഇതാ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കുമ്പോൾ ആ നുകം പിൻവലിക്കപ്പെടുന്നു. പ്രഭാഷകൻ 40:1 ഇത് പറഞ്ഞിരിക്കുന്നത്. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആര് തന്ന്? ഈശോ തന്നമ്മ. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. കുരിശിൻ ചോട്ടിലെ ആപ്തവാക്യം മറന്നു പോകരുത്. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ദൈവം തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച കാനായിൽ ഇന്ന് തകർന്നിരിക്കുന്ന, അപമാനിക്കപ്പെടുന്ന, മുറിവേൽപ്പിക്കപ്പെടുന്ന ഓരോ കുടുംബത്തിനും താങ്ങും തണലുമായി ഈ അമ്മയുണ്ട്. ദൈവം നൽകിയ അമ്മ. ലൂക്കാ 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതൊരു ഭയങ്കര വെളിച്ചമാണ്. ഇതിനേക്കാൾ വലിയ വെളിച്ചം ഈ ലോകത്തില്ല. ഇതിനേക്കാൾ വലിയ ശക്തി വേറെ ഇല്ല. ഞാൻ അനുഭവത്തിൽ നിന്നാ പറയുന്നത്.
എൻ്റെ സഹശുശ്രൂഷകനായ ബ്രദർ PJ ബിൽബിയോടൊപ്പം ഞങ്ങളൊരിക്കൽ പരിശുദ്ധ അമ്മയുടെ അവിടെ ആ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാൻസർ രോഗിയായ സഹോദരി ലൈവായിട്ട് സുഖപ്പെട്ട അനുഭവം ഉണ്ടായി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പങ്കുവെക്കാതെ നിവൃത്തിയില്ല, ഇത് അനുഭവമാണ്. പിന്നീട് വന്ന് ടെസ്റ്റ് ചെയ്ത് വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഭയങ്കര അത്ഭുതമായി പോയെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞു. അവർ സുഖപ്പെട്ട് തിരിച്ച് ഗൾഫിലേക്ക് ജോലിക്ക് പോയ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കാ 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്ത് ചെയ്തിട്ടും ശരിയാകാത്ത, എന്ത് ചെയ്തിട്ടും പാസ്സാകാത്ത, എന്ത് ചെയ്തിട്ടും തടസ്സം മാറാത്ത, എന്ത് ചെയ്തിട്ടും വിവാഹ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാത്ത, എന്ത് ചെയ്തിട്ടും എന്ത് ചികിത്സ ചെയ്തിട്ടും കുഞ്ഞുങ്ങളുണ്ടാകാത്ത, ജീവിതത്തിൽ വരൾച്ചകൾ മാറാത്ത, തടസ്സങ്ങൾ നീങ്ങാത്തവരുണ്ടെങ്കിൽ ഈ വചനം വിശ്വസിച്ച് ലൂക്കാ 1:35 പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി, പവർ, സ്ട്രെങ്ത് നിന്റെ മേൽ ആവസിക്കും. ലൂക്കാ 1:35 നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ, നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. വീണ്ടും ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മറിയമാകട്ടെ കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. എല്ലാ ധ്യാനിക്കുന്നവരുടെയും ധ്യാനഗുരുക്കന്മാരുടെയും അമ്മയാണ് ആര്? പരിശുദ്ധ മറിയം. കേട്ടതെല്ലാം ചോദിച്ചു നടന്നില്ല, കേട്ടതെല്ലാം പറഞ്ഞു പരത്തിയില്ല, കേട്ടതെല്ലാം മറ്റുള്ളവരെ നാണം കെടുത്തിയില്ല, കേട്ടതെല്ലാം ഇതാ ദൈവത്തെ ചോദ്യം ചെയ്തില്ല, കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്ന, സ്വയം അടുപ്പ് വിചാരിച്ചില്ല, ആരെയും തള്ളിപ്പറഞ്ഞില്ല, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയില്ല, ആത്മഹത്യക്ക് ശ്രമിച്ചില്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ച് അരച്ച് കലക്കി കുറുക്കി എന്ന് പറയില്ലേ, കുറുക്കിയെടുത്ത് വാറ്റിയെടുക്കുന്നത് പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അമ്മ, നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാം, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ നീ തകർന്നവനാണോ, തളർന്നവളാണോ, ബിസിനസ് തകർച്ചയിലാണോ, രോഗക്കിടക്കയിലാണോ, ആ രോഗക്കിടക്ക വിട്ട് നീ എഴുന്നേൽക്കും. പരിശുദ്ധ അമ്മ ഇതാ നിന്റെ അടുക്കൽ വരും. പരിശുദ്ധാത്മാവ് മകനെ മകളെ നിന്നിൽ നിറയും. വിശ്വസിക്ക്. ഗർഭിണിയാണോ, രോഗിയാണോ, ആർക്കും വേണ്ടാത്ത അവസ്ഥയാണോ, സാമ്പത്തിക പ്രയാസത്തിലാണോ, മാനസികമായി തളർന്നിരിക്കുകയാണോ, നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാം, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 വർഷമായി. എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള നാളുകളിലൊക്കെ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ പറയും, ഹൈജ നീ ഹാർമോണിയം വായിക്കണില്ലേ, നീ ഓർഗൻ പ്രാക്ടീസ് ചെയ്യണില്ലേ എന്ന് പറയും. എപ്പോഴാ? രാത്രി പ്രാർത്ഥനയും ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ വേണ്ടി പോകുമ്പോഴും ഇന്ന് കേട്ടില്ലല്ല എന്ന് പറയും. ഇതെനിക്ക് വലിയ മോട്ടിവേഷനാണ്. അപ്പം ഞാനിങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ പാടി പല രാഗങ്ങളൊക്കെ വായിച്ച് മൂളി ഇങ്ങനെ നല്ലോണം ഉറക്കം വരുന്നത് വരെ, ചിലപ്പോൾ 10-12 മണി വരെയൊക്കെ ഇരിക്കും. അപ്പൻ ഒരു 9-9:30 ആകുമ്പോൾ കിടക്കും. എൻ്റെ ജീവിതാനുഭവങ്ങളും കൂടെ ഇതിൽ കൂടെ ഷെയർ ചെയ്യാണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി ഭക്തിഗാനങ്ങൾ പാടി പാടി ദൈവത്തെ ആരാധിച്ച ഒരു യൗവന കാലഘട്ടങ്ങൾ ദൈവം അനുഗ്രഹിച്ച് തന്നു. അത് കേൾക്കാൻ, പാട്ട് കേൾക്കാൻ പാടുന്നതിനേക്കാൾ മാതാപിതാക്കൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ അവർ തന്നിരുന്നു.
ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിക്കും. ദൈവം എനിക്ക് നിങ്ങൾക്കും പലവിധ ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട്, പലവിധ ക്യാരിസംസ് തന്നിട്ടുണ്ട്. അത് ഊതി തെളിച്ചെടുക്കണം. ഇനി മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും ശുശ്രൂഷകരുടെയൊക്കെ കടമയാണ് മറ്റുള്ളവരെ വളർത്തുക എന്നത്. വളർത്തുന്നവൻ താനേ വളർന്നുകൊള്ളും, തളർത്തുന്നവൻ താനേ തളർന്നുകൊള്ളും എന്നാണ് ചൊല്ലി. അപ്പോൾ ഇതാ പലതരം ക്യാരിസംസ് ഉണ്ട്, പലതരം വരദാനങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. അയ്യോ എനിക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഓരോരുത്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള, ചിലർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്, ചിലർക്ക് സഹായത്തിനുള്ള വരം, ചിലർക്ക് ശുശ്രൂഷ വരം, ചിലർക്ക് പാടാനുള്ള വരം, ചിലർക്ക് പാട്ട് ആസ്വദിക്കാനും ദൈവത്തെ ആരാധിക്കാനുള്ള വരം. അങ്ങനെ പലതരത്തിലുള്ള കഴിവുകളാണ്. ലൂക്ക 1:37 മറന്നു പോകരുത്. എന്താ അവിടെ പറയുന്നത്? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഇതാ പരിശുദ്ധ അമ്മയോട് സ്വർഗം മൊഴിഞ്ഞ ഗബ്രിയേൽ മാലാഖയിലൂടെ സ്വർഗം സംസാരിച്ച ആ വചനം എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇപ്പോഴുള്ള അവസ്ഥയിലെങ്കിലും സ്വീകരിച്ചുകൂടാ? ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ഇനി പ്രാർത്ഥിക്കാത്ത വചനം ഇല്ല എന്ന് പറയുന്നവർ ഇന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ഈ വചനം ഞാൻ ഇപ്പോഴും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ചില വചനങ്ങളൊക്കെ ഞാൻ കിടക്കുന്ന മുറിയാണ്. ഈ മുറിയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കും. പഠിക്കുന്നത് വരെ അവിടെ ഉണ്ടാകും. അങ്ങനെ കാണുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടും കണ്ടും കേട്ടും പ്രാർത്ഥിച്ച് ഇവിടെ അപ്പുറത്ത് ഇനി പേപ്പറിൽ കുറച്ച് വചനങ്ങൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് നേരത്തെ. ഞാൻ ഈ പുറകിൽ കാണുന്ന, നേരെ എൻ്റെ പുറകിൽ കാണുന്ന വെച്ചിരിക്കുന്ന, കൂടുതൽ വ്യക്തമായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല, മാതാവിൻ്റെ ഒരു ചിത്രമാണ്. അതൊരു മുസ്ലിം കുടുംബം ഇവിടെ സമ്മാനമായിട്ട് തന്നതാണ്. മാതാവിന് ആവശ്യമില്ലാത്ത ആരുമില്ല. മാതാവിനെ നമുക്ക് ആവശ്യമുണ്ടെന്ന് അറിയുന്ന വിജാതീയരായ കുടുംബം നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ മാതാവ് എല്ലാവരുടെയും മധ്യസ്ഥയാണ്, ജാതി മത ഭേദമന്യേ. അവിടെയും ഞാൻ അതിൻ്റെ താഴെ വചനം എഴുതി ഒട്ടിച്ചിരുന്നു. അത് പഠിച്ച് പ്രാർത്ഥിച്ച് കുറേ ഒന്ന് തറായി കഴിഞ്ഞപ്പോൾ 1 രാജാക്കന്മാർ 3:13, 2 കൊരിന്തോസ് 9:8 അങ്ങനെയുള്ള വചനങ്ങളൊക്കെയാണ് എഴുതി ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും സാധിക്കും. നമ്മൾ കാണുന്ന ഊണിലും ഉറക്കത്തിലും നമ്മുടെ ദൃഷ്ടിയിലും നോട്ടത്തിലും എല്ലാം വചനം ഇങ്ങനെ പഠനം. അതുപോലെ കൊന്ത കഴുത്തിലണിയാനായിട്ട് പറ്റും. കഴുത്തിലണിയുന്ന ബൈബിൾ എന്ന് ജപമാലയെ വിളിക്കും. ഞാനും എൻ്റെ ജീവിതങ്ങളിൽ ജോലിയും കൂടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവെ നയിച്ചാലും അത്ഭുതങ്ങളും താക്കോലും. 1 അല്ല 2 എണ്ണം ദൈവകൃപയാൽ ഇതൊക്കെ സാധിച്ചേട്ടാ. ഒന്നും നമ്മുടെ ഒരു ഇതുമല്ല. പകുതി 2 പേരും എഴുതിയത്. അപ്പൊ അതില് കഴുത്തിലണിയുന്ന ബൈബിൾ എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട്. ജപമാലയെ കുറിച്ച് ഏറ്റവും ഷോർട്ടായിട്ട് 3 പേജേ ഉള്ളൂ. കഴുത്തിലണിയുന്ന ബൈബിളാണ് എന്ത്? ജപമാല. ജപമാലയിൽ ധ്യാനിക്കുന്നത് മുഴുവൻ സുവിശേഷ രഹസ്യങ്ങളാണ്, രക്ഷാകര രഹസ്യങ്ങളാണ്, ഈശോയുടെ ജനന മരണ ഉദ്ധാന രഹസ്യങ്ങളാണ്, വചനങ്ങളാണ് അതിലുള്ളത്. സ്വർഗസ്വനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന വചനം, ഇതെല്ലാം ബൈബിളിൽ ഇല്ലാത്ത ഒരു വചനവും അതിലില്ല. അതുകൊണ്ട് എന്തിനാ ജപമാലയോട് അലർജി? വചനം ഒരു വിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. വചനം വീണ്ടും വരുമ്പോൾ യോഹന്നാൻ 15:3 പറയുന്നത് പോലെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. യോഹന്നാൻ 9:6 പറയുന്നു, ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ജോഷുവ 1:5, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഈ തോൽപ്പിക്കാത്ത വചനം, കൂടെ നിൽക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം, സങ്കീർത്തനം 119 പറയുന്നുണ്ട്, 130, അങ്ങയുടെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. അപ്പോ ഈ പ്രകാശം പരക്കുന്ന വചനം അസാധ്യമോ, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്നറിയ വചനം. ലൂക്ക 1:37, എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ, നിൻചാരത്തോടി അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്ക് അഭയം നീയേ.
സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്ക് ഭാഗ്യം എവിടെ നിന്ന്? മറിയം ആര് 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 മറിയം, പരിശുദ്ധ മറിയം, കർത്താവിൻ്റെ അമ്മ. ബൈബിളിലാ പറഞ്ഞിരിക്കുന്നത്. എവിടെ പറഞ്ഞേക്കണേന്ന് ചോദിക്കും. ഇവിടെ 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 ലൂക്ക 1:43, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ നിങ്ങളുടെയും കർത്താവിൻ്റെ അമ്മ. വെടിയും വെക്കണം കേട്ടോ, ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ധ്യാനത്തിലേക്കാണ് ഈ ഗാനത്തിന്റെ വരികളിലൂടെയും ഈ നൊസ്റ്റാൾജിയൊക്കെ പറഞ്ഞ് എല്ലാവരെയും നയിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്കുള്ള ഒരു എളിയ ശുശ്രൂഷ. ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതും ജീവിച്ചതുമായ ജീവന്റെ സുവിശേഷത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചൊരു എളിയ യാത്ര. അപ്പോൾ പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഈ വചനം നമ്മളിൽ നിറയട്ടെ. ഇനിയൊരു സംശയവും വേണ്ട. എൻ്റെ കർത്താവിൻ്റെ അമ്മ. ലൂക്ക 1:43 10 പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാഴ്ചപ്പാട് വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി, നമ്മുടെ അതിരുകൾ 1 ദിനവൃത്താന്തം 4:9-10 വാക്യങ്ങളിൽ പറയുന്ന പോലെ എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. യാബസ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കും. ഉള്ളതുപോലെ പ്രാർത്ഥിച്ചാൽ, ഉള്ളതുപോലെ വിശ്വസിച്ചാൽ ഇതാ അതിരുകൾ വിസ്തൃതമാക്കും. ജീവിതം ഡെവലപ്ഡ് ആകും, അഭിഷേകം കിട്ടും, അഭിവൃദ്ധി ഉണ്ടാകും, കടങ്ങൾ മാറും. പരിശുദ്ധമ്മയോടൊപ്പം ഈശോയെ ആരാധിച്ചുകൊണ്ട് മേരി മാതാവേ പുണ്യപൂർണയാം നാഥേ, മേരി മാതാവേ പുണ്യപൂർണയാം നാഥേ, താവക പദമാകമേക്കുമിദാസരിൽ തുണയേകണേ. മേരി മാതാവേ പുണ്യപൂർണയാം നാഥേ. അത് പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്ന, വഴി നടത്തുന്ന പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്ന എല്ലാവരെയും എളുപ്പം യേശുവിൻ്റെ അടുക്കലേക്ക് അമ്മ എത്തിക്കും. ഒരു 32 വർഷത്തിന് മുമ്പ് പഠിച്ച, അന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നപ്പോൾ പാടിയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാട്ടാണത്. കുരിശു തിങ്ങും പാതയിൽ വഴി കാട്ടിടും കരുണാനിധേ, കരളും നൊന്തു കരഞ്ഞിടുമ്പോൾ കഥനഭാരം താങ്ങണേ, കരളും നൊന്തു കരഞ്ഞിടുമ്പോൾ കഥനഭാരം താങ്ങണേ. മേരി മാതാവേ പുണ്യപൂർണയാം നാഥേ. പൂർണ്ണതയിലേക്ക് നയിക്കാൻ ഇത്രയും വലിയ കുറുക്കു വഴി വേറെയില്ല. അതുകൊണ്ട് ആ ക്രൂശിതനാമിശയുടെ 2 അന്തിമ ദാനങ്ങളാണ് അമ്മയും ആത്മാവും. യോഹന്നാൻ 10:35 പറയുന്നുണ്ട്, ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവിടുന്ന് ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്ന്. അതുകൊണ്ട് ദൈവവചനം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ സക്രാരിയാണ്, ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ ദൈവമാതാവ്. ഈ ബോധ്യത്തോടെ, വിശുദ്ധിയോടെ ആ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം, എളിമയോടെ ആ തിരുസന്നിധിയിൽ വ്യാപരിക്കാം, സ്നേഹത്തോടെ ആ തിരുസന്നിധിയിലേക്ക് നമുക്ക് ഓടി വരാം. കരയുന്നവരുടെ കണ്ണീരൊക്കും കർമ്മലമാതാവേ, കരയുന്നവരുടെ കണ്ണീരൊക്കും കർമ്മലമാതാവേ, തിരുവസ്ത്രത്തിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് അഭയം നൽകണമേ. അമ്മേ അഭയം നൽകണമേ. അഭയമരുളുന്ന തള്ളപ്പക്ഷിയാണ്. നോഹിന്റെ കാലത്ത് ജലപ്രളയം മൂലം ഇതാ പാപത്തിന്റെ ശിക്ഷ, തകർച്ച ഏറ്റുവാങ്ങിയ
ജനതയുടെ ഇടയിൽ നോഹും അനുചരന്മാരും രക്ഷപ്പെട്ട നോഹിന്റെ പെട്ടകം പോലെ പാപത്തിന്റെ പടുകുഴിയിലേക്ക് നിവദിക്കുന്ന ലോകത്തിന് ദൈവം അരുളുന്ന രക്ഷയുടെ പേടകമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തിലൂടെ ഇതാ ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് കടന്നു വരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ദൈവമൊരുക്കിയ നോഹിന്റെ പെട്ടകം പോലെ രക്ഷയുടെ വാതിൽ വഴിയാണ് ഈ പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തിലൂടെ രക്ഷകനിലേക്കുള്ള ആരാധിക വീതിയിലൂടെ എനിക്കും നിങ്ങൾക്കും കടന്നു വരാനായിട്ട് സാധിക്കും. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഈ പാട്ട് പാടുമ്പോൾ വലിയൊരു ഭാഗ്യം. ഈ പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ബഹുമാനപ്പെട്ട ഷാജി തുമ്പച്ചിറയിൽ അച്ഛൻ അപ്പുറത്തെ മുറിയിൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വന്നിരുന്നു ഒരു ആമേൻ എപ്പിസോഡ് ചെയ്യാനും അച്ഛനോടൊപ്പം പല 6-7 ധ്യാനങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ഇതിനകം ദൈവം തന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാനും കണ്ടുമുട്ടാനും ശുശ്രൂഷ ചെയ്യാനും ഒരു അവസരവും കിട്ടാനില്ല. അത്രയ്ക്ക് ടോപ്പ് ലെവലിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രശസ്തനായ വൈദികൻ. പക്ഷെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, മാതാവിന്റെ മധ്യസ്ഥം ഉണ്ടെങ്കിൽ അതൊരു വിളക്കുന്ന കണ്ണിയാണ്. ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു അച്ഛൻ്റെ പാട്ടുകൾ ഭയങ്കര എനിക്ക് ഒത്തിരി ഫാനാണ്. പക്ഷെ അച്ഛൻ നമ്മുടെ ഭവനത്തിൽ വരാൻ ദൈവം ഇടയാക്കി. അച്ഛനോടൊപ്പം ഏതാനും ശുശ്രൂഷകൾ ചെയ്യാൻ അതിനു മുമ്പേ ദൈവ അവസരം തന്നു. ഇതെല്ലാം നമ്മളെല്ലാം കൂട്ടിച്ചേർക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് എൻ്റെ വിശ്വാസം അതാണ്, എൻ്റെ അനുഭവം അതാണ്. അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരാധിക്കുന്നു? ഏക മകനെ. യോഹന്നാൻ 4:24 പറയുന്നുണ്ട്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് അവിടുത്തെ ആരാധിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും. കളങ്കമന്യെ ആരാധിക്കണമെങ്കിൽ ആത്മാവിൽ ആരാധിക്കണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പൊരുള് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നയിച്ചതുപോലെ പരിശുദ്ധാത്മാവെ എന്നെ ഏറ്റെടുക്കണമേ, എന്നെ നയിക്കണമേ, എന്നിൽ വചനം മാംസം ധരിക്കണേ എന്ന് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങ. സൂര്യകരം വാരിയുടുത്തു ചന്ദ്രക്കല പീഠവുമാക്കി. സൂര്യകരം വാരിയുടുത്തു ചന്ദ്രക്കല പീഠവുമാക്കി. താരാമുടി ചൂടി വരുന്നോരഴകേറും കന്യകയാരോ, അഴകേറും കന്യകയാരോ, അഴകേറും കന്യകയാരോ. എവിടെയാ? വെളിപാട് 12:1. അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ ആന്തരികവും ബാഹ്യമായ രൂപം, ഈ പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യം ദൈവവചനം എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു വലിയ അടയാളം എന്നാണ് വെളിപാട് 12:1. മറന്നു പോരുത്. വലിയ ഡെലിവറൻസ് ഉണ്ടാവും. വെളിപാട് 12 വായിച്ച് പ്രാർത്ഥിക്കുക. വലിയ ഡെലിവറൻസ് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്, വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം, മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും ആർക്കറിയാം? അവൾക്കറിയാം. കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം. അവൾക്കറിയാം. ദൈവത്തിന്റെ ജ്ഞാനം നിറഞ്ഞ, ദൈവത്തിന്റെ വചനം നിറഞ്ഞ പരിശുദ്ധ അമ്മയെ കുറിച്ച് തെളിഞ്ഞും മറഞ്ഞും തിരുവചനം പല രീതിയിൽ ഉൾക്കാഴ്ചകൾ നൽകുന്നു. പരിശുദ്ധ
അമ്മയെക്കുറിച്ച് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വിപുലമായ അനുഭവജ്ഞാനം. കാരണം ഇട്ടിട്ട് ഓടിയില്ല. വലിയ തഴക്കവും പഴക്കവും ഉള്ളതുപോലെ സഹനങ്ങൾ വന്നപ്പോൾ പരാതി പറയാതെ, പ്രാകാതെ, ശപിക്കാതെ, ഒളിച്ചോടാതെ ഏറ്റെടുത്തു. ഇന്നൊരു ചെറിയ കാര്യത്തിന് പോലും ഡിവോഴ്സും പ്രശ്നങ്ങളും കൊലപാതകവും ആത്മഹത്യയുമാണ്. സ്ത്രീത്വം ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ തിളങ്ങി നിൽക്കുന്ന ഈ പൊന്നക്ഷത്രം പരിശുദ്ധ അമ്മ. ഇല്ല, സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ എന്നല്ലേ വെളിപാട് 12:1 പറയുന്നത്. വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ പാടുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എന്ത് കിട്ടും? ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. പരിശുദ്ധ അമ്മയിലൂടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി തടസ്സമുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും. നടക്കാത്തതായിട്ടൊന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി എടുക്കുമ്പോൾ മുഴുവൻ സമയ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ജോലിയും എടുക്കും, ശുശ്രൂഷയും ചെയ്യും. അപ്പം മുഴുവൻ സമയ ശുശ്രൂഷയിലേക്ക് അങ്ങനെയാണ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അപ്പനെ ഈശോയ്ക്ക് വിട്ടു തരുന്നു. ഞാനും സഹോദരനും, ഞങ്ങൾ 3 മക്കളാ, സഹോദരനും സഹോദരിയും അപ്പനും അമ്മയും പോയ കൂട്ടത്തിൽ തമ്പുരാന്റെ അടുത്തേക്ക് ഈശോ അവളെ കൂടെ കൊണ്ടുപോയി. അപ്പോ ഇതാ ഞങ്ങളെല്ലാം ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലം. അന്ന് ഒരു ലേബർ കേസ്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അഭിമുഖീകരിക്കേണ്ടി വന്നു. അപ്പൊ അതിങ്ങനെ കുടുങ്ങി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അങ്ങനെ തിരുവനന്തപുരം ലേബർ കമ്മീഷണറേറ്റിൽ, തിരുവനന്തപുരത്ത് എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് പോകും, എത്ര പ്രാവശ്യം വിളിക്കും, അന്വേഷിക്കും, ഗവൺമെന്റ് വകുപ്പുകളല്ലേ. അപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ രാഷ്ട്രീയ പൊതു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉന്നതനായ ഒരു എളിമയുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തിത്വം, KC മാത്യു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, കക്ഷി രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ സാമൂഹ്യ പ്രവർത്തനം എനിക്ക് വേണ്ടി ഇടപെട്ട് ഒരു ലെറ്ററും തന്നു വിട്ടു. അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും വർഷമായിട്ട് അനങ്ങാതെ കിടന്ന പേപ്പറൊക്കെ പടപടാന്ന് പൊങ്ങി എത്തേണ്ടടുത്ത് എത്തി കാര്യങ്ങൾ ശരിയായി കിട്ടിയ. ഞാനിത് പറഞ്ഞ ഇതാണ്, എത്തേണ്ടടുത്ത് എത്താൻ, അനക്കേണ്ടടുത്ത് അനക്കാൻ ആർക്ക് സാധിക്കും? പരിശുദ്ധ മറിയത്തിന് സാധിക്കും. ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു മധ്യസ്ഥത്തിന്റെ ശക്തി മനുഷ്യരായ സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ മനുഷ്യരായ നമ്മുടെ ഇടയിലെ പൊതുപ്രവർത്തകർക്ക് ഇത്രയാണെങ്കിൽ ദൈവശക്തി നിറഞ്ഞ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥം എത്ര 10 മടങ്ങായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയെ നമുക്ക് ആരാധിച്ചു പ്രാർത്ഥിക്കാം. വീണ്ടും അപ്പൊ വെളിപാട് 12:1 കണ്ടു. അടുത്തത് ലൂക്കാസ് സുവിശേഷത്തില് 1-ാം അധ്യായം 43-ാമത്തെ വാക്യം. നേരത്തെ കേട്ട ഒരു വചനം തന്നെ, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലായി. പ്രാർത്ഥന മിഴിനീരിലായി. എൻ്റെ അമ്മയുടെ ആ മുഖത്ത് നോക്കി നന്മ നിറഞ്ഞ മറിയമേ കേട്ട ആ നന്മ നിറഞ്ഞ മറിയത്തിന്റെ പാഠങ്ങൾ പഠിച്ച നാളുകൾ. ഇതാ അമ്മ ഉണ്ടില്ലെങ്കിലും നമ്മളെ ഊട്ടി, അമ്മ ഉടുത്തില്ലെങ്കിലും നമ്മളെ ഉടുപ്പിച്ച്, നമ്മളെ പോറ്റി വളർത്തി, കഷ്ടപ്പാടും ദാരിദ്ര്യവും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മക്കളെ സുഭിക്ഷതയിൽ വളർത്താൻ ശ്രമിച്ച അമ്മ, നമ്മുടെ എല്ലാം അമ്മ. ഇന്ന് എൻ്റെ അമ്മ ഈ ലോകത്തിലില്ല. 63-ാമത്തെ അമ്മയുടെ വയസ്സിൽ തൻ്റെ ഒടയക്കാരൻ്റെ അടുക്കലേക്ക് അമ്മ പോയി. ഇതാ നിങ്ങളുടെ അപ്പനോ അമ്മയോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയും. കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർക്കാനും ഓർമ്മകൾ അയവിറക്കി പ്രാർത്ഥിക്കാൻ. കാരണം എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും ചെറുതായിരുന്നപ്പോഴേ മരിച്ചു എന്ന് പറയും. പക്ഷെ നിത്യസഹായം മാതാവിനോട് അപരിമേയമായ ഭക്തിയുള്ള ഒരു അമ്മയായിരുന്നു. അതുകൊണ്ട് കരിസ്മാറ്റിക് നവീകരണവും പ്രാർത്ഥനയിലൊക്കെ വരുന്നതിനും മുമ്പും കഷ്ടതയുടെയും ദുരിതത്തിന്റെയും തകർച്ചയുടെയും രോഗത്തിന്റെയും അപമാനത്തിന്റെയും നാളുകളിൽ
മാതാവിൻ്റെ മാധ്യസ്ഥത്തെ വളരെ മുറുകെ പിടിക്കും. അന്നേ ഉണ്ട്. അതാണ് ആ വഴിയാണ് ഞങ്ങൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് എത്തിച്ചേരുന്നത്. അമ്മയിലൂടെ ഈശോയിലേക്ക്, വചനത്തിലേക്ക് എത്തിച്ചേരും. അമ്മയുടെ അടുത്ത് വരുന്നവരെ ഈശോയിലേക്ക് എത്തിക്കും, വചനത്തിലേക്ക് എത്തിച്ചേരുക മാത്രമല്ല, ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ അനേകായിരങ്ങൾക്ക് പല വേദികളിലും പല സോഷ്യൽ മീഡിയകളിലൂടെയും വിവിധ അവസരങ്ങളിലും വിവിധ വേദികളിലും ഒക്കെ ആയിട്ട് അന്നും ഇന്നും ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ദൈവം ഈ കുടുംബത്തെ, ഈ ശുശ്രൂഷയെ ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, സഹായം അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രി ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് അന്നും ഇന്നും നിലകൊള്ളുന്നത്. എന്തെങ്കിലും ഒരു നാവ് ഉരുവിടാനായിട്ട് സാധിക്കുന്നെങ്കിൽ അത് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. ഇതിനകം തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത് മുഴ വന്നപ്പോഴും, അതുപോലെ ഹെരണ്യ വന്ന് മാറി മാറി അപ്പുറം ഇപ്പുറം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും, അതുപോലെ അപകടങ്ങളിൽപ്പെട്ട് തലകീഴും മറിഞ്ഞ് അടുത്ത കാലത്തെങ്ങും തലപൊക്കുകയില്ല എന്ന് മാനുഷികമായ പ്രതിസന്ധികളും വെല്ലുവിളികളും പൈശാചിക പീഡകളും വെല്ലുവിളികളായി കടന്നു വന്നപ്പോഴും ഓടിയടുത്ത് വന്ന അമ്മ, പൊതിഞ്ഞു പിടിച്ച അമ്മ, കൂടെ നടന്ന അമ്മ, തല്ലി തകർന്നു പോകാതെ കൂടെ നിന്നെ സഹായിച്ച അമ്മ, എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. ഒരു നിമിഷം നമ്മുടെ അമ്മമാരെ ഒന്ന് ഓർത്തേ. എൻ്റെ അമ്മയുടെ കവിളിലൂടെ കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിത്യ സഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. എന്ത് കുറവുകളുണ്ടെങ്കിലും മാതാപിതാക്കള് തന്നെയാണ്. തലമറന്ന് എണ്ണ തേക്കാനായിട്ട് പറ്റത്തില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സംരക്ഷിക്കുക, അവരെ സഹായിക്കുക. ഇന്ന് മറ്റ് നേട്ടങ്ങള് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അമ്മ ഉരുട്ടിയ ജപമാലകള്, അമ്മ പട്ടിണി കിടന്ന വയറുമുറുക്കി കൊടുത്ത അവസ്ഥകള്, അമ്മ സഹിച്ച സഹനങ്ങള്, ഇതാ ഒന്ന് കിടന്ന് തിരിഞ്ഞു മറിഞ്ഞുറങ്ങാൻ പറ്റാതെ അമ്മയുടെ വയറ്റിൽ കിടന്ന് നമ്മൾ കിടന്ന നാളുകളിൽ അമ്മക്ക് സഹിക്കേണ്ടി വന്ന ആ സഹനങ്ങൾ, അപ്പോഴും ഇതാ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ തൻ്റെ സങ്കടങ്ങളെല്ലാം സഹനങ്ങളെല്ലാം അമ്മ സന്തോഷത്തിനായി ഏറ്റെടുത്തതുപോലെ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹത്തോടെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരോട് വെറുപ്പോ വൈരാഗ്യമൊക്കെ ഉണ്ട്, അതെല്ലാം കളയാം. അവരുടെ നന്മകൾ ഓർക്കാം. പരിശുദ്ധ അമ്മയോടുകൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം. ജീവിത കുരിശുകളെ സന്തോഷത്തോടെ മറിയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത ക്രൂശ് കണ്ടു ഭയന്ന് മുഖം പൊത്തി ഞാൻ കരയവേ, തിരുമുഖമെന്നുള്ളിൽ തെളിഞ്ഞു യേശുവിൻ തിരുമൊഴികൾ കാതിൽ പറന്നു. കുരിശേന്തിയനാഥൻ തിരുമുറിവുകൾ കാട്ടി മകനെ നിന്നെ വിളിച്ചു, മകനെ എന്നെ വിളിച്ചു. സ്വർഗത്തിന് എന്നോട് പറയാനുള്ളത് തന്നെയാണ്. ഈ അമ്മയുടെ അടുത്ത് വരുമ്പോൾ, അമ്മയെ ശ്രദ്ധിക്കുമ്പോൾ, അമ്മയിലൂടെ എനിക്ക് ലഭിക്കുന്നത് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് കൂദാശ വചനങ്ങൾ ഉരുവിടുന്ന അഭിഷിക്തനെ പോലെ, വൈദികനെ പോലെ ലോകത്ത് ഇത്രയ്ക്ക് അധികാരമുള്ള വേറെ ഏത് വിശുദ്ധനായ ഏത് വ്യക്തിയാ ഉള്ളത്? പരിശുദ്ധ അമ്മയെ പോലെ സ്വർഗം തിരഞ്ഞെടുത്ത അമ്മ. റോമ 8:31 മുതൽ 33 വരെ ദൈവം നമ്മുടെ വശത്തെങ്കിൽ ആര് നമുക്കെതിർ നിൽക്കും? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? അതുകൊണ്ടൊരു വാക്ക് പരിശുദ്ധ അമ്മക്കെതിരെ ഉരിയാടാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെ ഉരിയാടിയാൽ ദൈവം തിരഞ്ഞെടുത്ത അമ്മയെ തള്ളുമ്പോൾ സ്വർഗത്തെ തന്നെയാണ് നമ്മൾ ആക്ഷേപിക്കുന്നതും തള്ളിക്കളയുന്നതും. അതുകൊണ്ട് സ്വർഗത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ച പരിശുദ്ധ അമ്മയോടൊപ്പം ഈ സ്തുതിഗീതങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. നിങ്ങളുടെ സങ്കടങ്ങൾ, കണ്ണുനീരുകൾ, പ്രാർത്ഥനകൾ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ സ്വീകരിക്കും. ഇതാ ഓഫീസ്
സ്വർണമണിഞ്ഞ രാജ്ഞി, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ആ പരിശുദ്ധ മറിയം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ സ്ത്രീ, നരകസർപ്പത്തിന്റെ തലയെ തകർത്ത മറിയം, അതേ ആ പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങളെ തകർക്കാൻ തിരുക്കുമാരനുമായിട്ട് കടന്നു വരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ആ സന്നിധിയിൽ ഓടി അണയാം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.